രക്ഷപ്പെടണം. ഈ കളർ മുഖത്ത് തേക്ക്. അതെന്തിന്? രാവിലെ അവര് പുലിക്കളി നടത്തിയപ്പോ ഈ കളർ മുഖത്ത് തേച്ചിരുന്നില്ലേ? ആ കൂട്ടത്തില് 1-2 കുട്ടികളും ഉണ്ടായിരുന്നു. നമ്മള് മുഖത്ത് കളർ തേച്ചാലേ ആ കുട്ടികളാണെന്ന് അവര് വിചാരിക്കും. തേക്ക്. വാ, വേഗം വാ. അയ്യോ, മറ്റേ കുട്ടി അവളെപ്പോഴും ആ കട്ടിലിനടി തന്നെ ഇരിക്കുമായിരിക്കും. ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വരാം. വേണ്ട, നീ എത്രയും വേഗം ഇവരും കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്. അവളെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി നിങ്ങൾ സമയം കളഞ്ഞ നമ്മൾ എല്ലാരും പിടിക്കപ്പെടും. ചിന്നു ചേച്ചി, ആ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ പോയ ചേച്ചി അവരെ പിടിച്ചാലോ? എന്നാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. വേഗം ഓടി രക്ഷപ്പെട്ടോണം. ആൾക്കാര് കൂടുതലുള്ള സ്ഥലത്തൂടി പോവാൻ നോക്കണം. സൂക്ഷിച്ചു പോണേ. അപ്പൊ നീ വരുന്നില്ലെന്നാണോ പറയുന്നേ? ചിന്നു, ഞാൻ പറയുന്ന കേക്ക്. നീ ഞങ്ങളുടെ കൂടെ വാ. ആ കുട്ടിയോട് ഇരുന്നോട്ടെ. അവളുടെ കാര്യം നമ്മൾ നോക്കണ്ട. എന്തൊരു ദുഷ്ടത്തിന് ഈ പറയുന്ന. അവളിവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മള് മാത്രം എങ്ങനെ പോകുന്നേ? അവളെ സീതാറാമെന്ന് രക്ഷിക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. നിങ്ങൾ വേഗം പോയിക്കോ. ഞാൻ അവളെയും കൊണ്ടേ വരൂ. ചിന്നു, എനിക്ക് നിന്റെ കാര്യം ഓർത്തിട്ട് പേടിയാവുന്നു. എന്നെ ഓർത്ത് പേടിക്കണ്ട. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. പിന്നെ പോകുന്ന വഴിക്ക് പോലീസ് സ്റ്റേഷൻ എവിടെയാന്ന് ആരോടെങ്കിലും തിരക്കണം. വഴി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം. അപ്പോഴേക്കും ഞാൻ അവളെ കൂട്ടി അങ്ങോട്ട് എത്തിക്കോളാം. ചിന്നു ചേച്ചി ആ കൊച്ചിനെ കൂടി വിളിച്ചോണ്ട് വാ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ നിന്ന് പോകാം. വേണ്ട മോനെ, കാത്തു നിന്ന സമയം പോവും. നിങ്ങളൊക്കെ വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. നീ പെട്ടെന്ന് വരണേ ചിന്നു. ഞാൻ വന്നേക്കാം. നിങ്ങൾ വേഗം പോയിക്കോ. സീതാറാം വരുന്നതിന് മുമ്പ് എനിക്ക് അവളെ രക്ഷിക്കണം. നിങ്ങൾ പോയിക്കോ, പോ. അയാൾ ഇപ്പൊ എവിടെ എത്തും? ചിന്നു ഇതുവരെ വന്നില്ലല്ലോ. ചിന്നുനെ അയാളെ പിടിക്കും. ചിന്നു ചേച്ചി പിടിക്കപ്പെട്ട ഹീരാമ്മ ചിന്നു ചേച്ചി വെറുതെ വിടില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ? നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. ചിന്നു ചേച്ചി ഇവിടെ തനിച്ചാക്കിട്ടോ? അതെ മോനെ, അല്ലാതെ വേറെ വഴിയില്ല. ഇല്ല, ഞാൻ വരില്ല. ചിന്നു ചേച്ചി തനിച്ചാക്കിട്ട് ഞാൻ വരില്ല. കിട്ടുന്നില്ലമ്മേ. ഇനി ഒരു നിമിഷം നമ്മൾ വീട്ടിൽ നിൽക്കില്ല. ഇവിടെ ആർക്കും നമ്മളെ വേണ്ട. എന്താ ഇത്? വേണ്ട, നീ എന്നെ തടയാൻ നോക്കണ്ട. പോവെന്ന് പറഞ്ഞ ഞാൻ പോയിരിക്കും. ദൈവമേ, എന്ത് ചെയ്യാനെന്ന് പറ. അമ്മ, എനിക്ക് ഉറക്കം വരുന്ന അമ്മ. നിന്റെ കണ്ണിലിട്ട് ഞാൻ കുത്തും. അപ്പൊ ഉറക്കം അങ്ങ് പോവും. അത് വേണ്ടെങ്കിലേ ചിണുങ്ങാതെ മര്യാദക്ക് നിന്നോണം അവിടെ. ഏട്ടത്തി എന്തൊക്കെയാ കാണിക്കുന്നേ? അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ട്. അതൊന്ന് പോരാഞ്ഞിട്ടാണോ ഈ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെയും കൊണ്ട് ഇവിടുന്ന് പോവാൻ നോക്കുന്നേ? തൽക്കാലം ഏട്ടത്തെ ഞാൻ ഇവിടുന്ന് വിടില്ല. മാളു, നീ ഇങ്ങ് വാ, ഞാൻ നിന്നെ മുറി കൊണ്ടുപോവാ. മാളൊരു തൊട്ട് പോരുത്. അവളെ ആരും എങ്ങും കൊണ്ടാക്കണ്ട. അമ്മേ, അമ്മ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. ഈ സമയത്ത് ഇവിടുന്ന് ഇറങ്ങി പോകരുതെന്ന് രേഖയെടുത്തി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ എന്തു പറയാനാ? എന്തു ഞാൻ പറഞ്ഞാൽ ഇവൾ അനുസരിക്കൂ? അവൾ അവളുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യല്ലേ? അങ്ങ് ചെയ്യട്ടെ. ഇതെന്തൊരു കഷ്ടാന്ന് പറ. ആരെങ്കിലും ഒന്ന് ക്ഷമിച്ചാ ഈ വഴക്ക് ഇപ്പൊ തീരും. അല്ലെങ്കിൽ അത് തീർക്കാൻ മറ്റാരെ കൊണ്ട് പറ്റാതാവും. അവനായിരിക്കും, അവൻ തന്നെയായിരിക്കും വിളിക്കുന്നത്. ഹലോ അമ്മേ, ഞാൻ അശോകനാണ്. വിനയം തിരിച്ചു വീട്ടിലെത്തിയോ? ഇല്ല, അവൻ ഇതുവരെ തിരിച്ചു വന്നില്ല. എന്താ അശോക കാര്യം? അല്ലമ്മേ, ചിന്നുവിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് അറിയാൻ വിളിച്ചതാ. ഇതുവരെ തിരിച്ചു വരാത്ത സ്ഥിതിക്ക് ചിന്നുവിന്റെ കാര്യത്തിൽ പ്രതീക്ഷ വേണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അവനാണെങ്കിൽ അതൊന്നും മനസ്സിലാക്കാതെ എന്തെല്ലാം മണ്ടത്തരങ്ങളാ കാട്ടിക്കൂട്ടുന്നെന്ന് അറിയാൻ വയ്യ. അതെന്താ അശോക അങ്ങനെ പറഞ്ഞേ? അവൻ എന്താ ചെയ്തേ? ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അവൻ ക്ലബിലേക്ക് വന്നിരുന്നു. എങ്ങനെയെങ്കിലും ചിന്നുവിനെ കണ്ടുപിടിച്ച് ഡിസ്ട്രിക്ട് മീറ്റിന് ഇറക്കുമെന്ന വാശിയിലവൻ. അത് നടക്കുന്ന കാര്യമല്ലെന്ന് ഞങ്ങൾ എല്ലാരും പറഞ്ഞു നോക്കിയതാ. പക്ഷെ ആര് കേൾക്കാൻ? അപ്പൊ അവൻ ചിന്നുവിനെ അന്വേഷിച്ച് പോയിരിക്കുകയാണല്ലേ? അതെ അമ്മേ. വിനയം വന്നാൽ ഉടനെ എന്നെ വിളിക്കാൻ പറയണം. ശരി. എന്താ അമ്മേ, അശോകേട്ടൻ എന്താ പറഞ്ഞേ? വിനയൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? അവൻ ചിന്നുവിനെ അന്വേഷിച്ച് നടക്കാണെന്ന്. എന്ത് വന്നാലും മത്സരത്തിൽ അവളെയും പങ്കെടുപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണത്രേ അവൻ ക്ലബിൽ നിന്ന് പോയത്. അവൻ ആ പെണ്ണിനെ അന്വേഷിച്ച് എവിടേക്കോ കറങ്ങി നടക്കുക. നമ്മൾ അവൻ എവിടെ പോയി കണ്ടുപിടിക്കും? എന്തായാലും വിനയേട്ടൻ ഒറ്റയ്ക്കാവില്ല പോയത്. കൂടെ പൂമംഗലത്തുനിന്ന് ആരെങ്കിലും കാണും. എന്നാ ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കാം. വേണ്ട, വിളിക്കണ്ട. ഞാൻ നേരിട്ട് പോയി തിരക്കാം. മാളു, വാടി, റൂമിലേക്ക് പോ. അല്ല എടുത്തി,
പൂമംഗലത്തേക്ക് പോകുന്നു പറഞ്ഞത്? കുറച്ചു നേരം കൂടി നോക്കട്ടെ, എന്നിട്ടേ അങ്ങോട്ട് പോകുന്നുള്ളൂ. ഈ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ വിനേട്ടനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. തൂങ്ങി പിടിച്ച് നിൽക്കാതെ വാ വേണേ ഇങ്ങോട്ട്. ചേച്ചി എനിക്ക് പോകണം. എനിക്ക് പോയി ചിന്നു ചേച്ചി രക്ഷിക്കണം. എടാ നീ പറയുന്ന കേക്ക്. നിന്നെ കൊണ്ട് അവളെ രക്ഷിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ശ്രമിച്ച നമ്മളെല്ലാരും ഹീരാമ്മയുടെ പിടിയിലാവും. അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. ഇല്ല, ഞാൻ വരില്ല. ചിന്നു ചേച്ചി നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ. ചിന്നു ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നോ? ഇപ്പൊ ചിന്നു ചേച്ചിക്ക് ഒരു ആപത്ത് വന്നപ്പോ നമ്മൾ ഓടിപ്പോവാൻ പാടില്ല. എടാ നീ പറയുന്നൊന്ന് കേക്ക്. ചിന്നുന് ചെയ്യാൻ പറ്റുന്നൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള കഴിവ് അവക്ക് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പൊ ചെയ്യേണ്ടത് എത്രയും വേഗം ഇതെല്ലാം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് അവരെയും കൂട്ടി ഇങ്ങോട്ട് വരിക എന്നുള്ളതാ. പോലീസുകാർക്ക് ഇനി ചിന്നുനെ രക്ഷിക്കാൻ കഴിയും. അത് ശരിയാ. നമുക്ക് എത്രയും വേഗം കാര്യങ്ങൾ പറഞ്ഞ് അവരെ വിളിച്ചിട്ട് വരാം. വാ ചേച്ചി. എത്ര നേരമായി ഭായി നടക്കാൻ തുടങ്ങിയിട്ട്? ഇതുവരെ എത്തിയില്ലല്ലോ. നടന്നു നടന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ആ എത്താറായടാ. അവിടുന്ന് ഇടത്തോട്ട് പോയാലേ ഹീരാമ്മയുടെ വീടാ. വാ. മോളെ വേഗം എഴുന്നേറ്റ് വാ, നമുക്ക് ഇവിടുന്ന് പോണം. ഇല്ല, ഞാൻ വരുന്നില്ല. നിനക്ക് നിന്റെ വീട്ടിൽ പോണ്ടേ മോളെ? ദേ ചേച്ചി പൂട്ട് തുറന്നു. മോളെ വേഗം വാ. മോളെ വിളിക്കാനും ചേച്ചി വന്നേ. ചിന്നി ചേച്ചി പൂട്ട് തുറന്നു. മോള് വേഗം എഴുന്നേറ്റ് വാ. ബാക്കി എല്ലാരും പോയി. വേഗം വാ. വാ. ദേ അവരൊക്കെ ഇപ്പൊ ഒരുപാട് ദൂരം എത്തിക്കാണും. നമ്മളിനി ഇവിടെ നിന്ന് അപകടോ. ചേച്ചി പറയുന്ന മോള് ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ നിറങ്ങിയ പറ്റുന്നത്ര വേഗത്തിൽ ഓടിപ്പൊക്കോണം. എങ്ങും നിൽക്കരുത്. മോളെ ആരും തിരിച്ചറിയാതിരിക്കുന്ന ഒരു വഴിയുണ്ട്. എഴുന്നേക്ക്. ഇനി പേടിക്കണ്ട. നേരെ മെയിൻ റോഡിലേക്ക് പോണം. ചിലപ്പോ നിനക്ക് അവിടെ വെച്ച് അവരെ കാണാൻ കഴിയും. ഇനിയിപ്പൊ കാണാൻ പറ്റില്ലെങ്കിൽ സാരമില്ല. മോള് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോണം കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് പോവില്ല. നീ എന്റെ കൂടെ വരുന്നെങ്കിൽ കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കണം. എനിക്കിവിടെ ഒരു ജോലിയും കൂടി ബാക്കിയുണ്ട്. ഹീരാമ്മയുടെ ആൾക്കാർ നമ്മൾ ആരെങ്കിലും കണ്ട പിടിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള കാര്യം ആരെങ്കിലും വിളിച്ചു പറയണം. പക്ഷെ അതെങ്ങനെ പറയും? മോളെ നീ ഇവിടെ നിൽക്ക്. നീ ഹീരാമ്മയുടെ മുറിയിലോട്ടൊന്ന് പോയിട്ട് വരട്ടെ. അവിടെ ഒരു ഫോൺ കിടപ്പുണ്ട്. അതെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു പറ. എനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയതായിട്ട് നിനക്ക് തോന്നിയ പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. അപ്പൊ തന്നെ ഓടി രക്ഷപ്പെട്ടോണം. മനസ്സിലായോ? എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പറ്റില്ല ചിന്നി ചേച്ചി. പറ്റും. നിന്നെ കൊണ്ട് അതിന് കഴിയണം. അല്ലാതെ വേറെ വഴിയില്ല. ഓടി രക്ഷപ്പെടാതെ നീ ഇവിടെ പേടിച്ചിരുന്നാലേ നിന്നെ സീതാറാം കൊണ്ടുപോകും. ഞാൻ പോയിട്ട് വേഗം വരാം. പറഞ്ഞത് മറക്കരുതേ.